ഹായ് ഓൾ, വെൽക്കം ടു ക്രാഫ്റ്റ് മൈസെൽഫ്. അപ്പോൾ നമുക്കിന്ന് തൊഴിൽ വാർത്തയിൽ വന്ന വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിച്ചാലോ? തുടങ്ങാമോ? അയിത്താചാരത്തിനായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഐതിഹാസിക സമരം, മനുഷ്യൻ്റെ പ്രാഥമികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടിത പ്രക്ഷോഭം എന്ന നിലയിൽ ഇതൊരു സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു. പിന്നീട് ഗുരുവായൂർ, പാലിയം സത്യാഗ്രഹങ്ങൾക്കും എണ്ണമറ്റ ചെറു സമരങ്ങൾക്കും ഒടുവിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും വഴിയൊരുക്കിയത് വൈക്കം സത്യാഗ്രഹമാണ്. സത്യാഗ്രഹത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴികളിൽ അയിത്ത ജാതിക്കാർക്ക് നിലനിന്ന വിലക്കിനെതിരെയായിരുന്നു സമരം തുടങ്ങിയത്. അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴികളിൽ താഴ്ന്ന ജാതിക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കിനെതിരെ തുടങ്ങിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ക്ഷേത്രത്തിൽ 4 ചുറ്റുമുള്ള വഴികളിൽ അയിത്ത ജാതിക്കാരെ വിലക്കിക്കൊണ്ട് തീണ്ടൽ പലകകൾ സ്ഥാപിച്ചിരുന്നു. അവർണ ഹിന്ദുക്കൾക്ക് കൂടി ഈ ക്ഷേത്രത്തിൻ്റെ പൊതുനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നതായിരുന്നു സമരത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴികളിൽ താഴ്ന്ന ജാതിക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കായിരുന്നു സമരം തുടങ്ങാനുണ്ടായ മുഖ്യ കാരണം. രണ്ടാമതായിട്ട് തീണ്ടൽ പലകകൾ സ്ഥാപിച്ചിരുന്നു അയിത്ത ജാതിക്കാരെ വിലക്കിക്കൊണ്ട്. അത് മാറ്റുക എന്നുള്ളതും പിന്നെ അവർണ ഹിന്ദുക്കൾക്ക് കൂടി ക്ഷേത്രത്തിൻ്റെ പൊതുനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നതായിരുന്നു സമരത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം സത്യാഗ്രഹത്തിൻ്റെ ആരംഭം എവിടെയായിരുന്നു എന്നുള്ളത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അയിത്തോച്ചാടന സമരം ഏറ്റെടുക്കണമെന്ന് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചപ്പോൾ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കെ.പി. കേശവമേനോനും കെ. കേളപ്പനും സമരം ഏറ്റെടുത്തു. 1924 മാർച്ച് 30 കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലും വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ തുടങ്ങിയവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖർ. അപ്പോൾ സത്യാഗ്രഹത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണെന്നൊക്കെ മനസ്സിലായല്ലോ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അയിത്തോച്ചാടന സമരം ഏറ്റെടുക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കെ.പി. കേശവമേനോനും കെ. കേളപ്പനും സമരം ഏറ്റെടുത്തു. 1924 മാർച്ച് 30 കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഭിമുഖ്യത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി.വി. കുഞ്ഞിരാമൻ, കേളപ്പൻ എന്നിവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് മുൻനിരയിലുണ്ടായിരുന്ന പ്രമുഖ വ്യക്തികളെന്നുള്ളത്. അടുത്ത് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ. എന്താണ് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്ന് നോക്കാം. അയിത്തത്തിനെതിരായി പ്രചാരവേല നടത്തി പൊതുജനാഭിപ്രായം രൂപവൽക്കരിക്കുന്നതിന് കേരള കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകിയ കമ്മിറ്റിയാണ് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ. അപ്പോൾ ഈ ഒരു സമരം നടക്കുമ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ. അതിനുവേണ്ടി പ്രചാരണം നടത്തുകയും പൊതുജന അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്ത ഒരു കമ്മിറ്റിയാണ് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കെ.പി. കേശവമേനോൻ, കെ. കേളപ്പൻ, എ.കെ. പിള്ള, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരായിരുന്നു ഇതിലെ അംഗങ്ങൾ. ആരൊക്കെയായിരുന്നു? കെ.പി. കേശവമേനോൻ, കെ. കേളപ്പൻ, എ.കെ. പിള്ള, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു. ഈ സംഘം തിരുവിതാംകൂറിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ച് അയിത്തത്തിനും അനാചാരങ്ങൾക്കും എതിരെ വമ്പിച്ച പ്രചാരം നടത്താൻ തീരുമാനിച്ചു. ഇനി ആദ്യ സത്യാഗ്രഹികൾ ആരൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവരായിരുന്നു ആദ്യ സത്യാഗ്രഹികൾ. ആദ്യ സത്യാഗ്രഹികളായിരുന്ന ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. പുലയ, ഈഴവ, നായർ വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു ഇവർ. ഏതൊക്കെ വിഭാഗമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്? പുലയ, ഈഴവ, നായർ. ഇനി ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിൽ അംഗീകരിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെയും മഹാത്മാഗാന്ധിയുടെയും സമ്മതത്തോടെ തയ്യാറാക്കിയ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ഇവർ സത്യാഗ്രഹം ആരംഭിച്ചത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആവേശഭരിതരായി ജനക്കൂട്ടം വൈക്കത്തേക്ക് പ്രവഹിച്ചു. ക്ഷേത്ര റോഡുകളിൽ കൂടി ക്ഷേത്ര ഘോഷയാത്രകൾ ഗവൺമെൻറ് നിരോധിച്ചു. എന്നാൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള റോഡുകളിൽ സത്യാഗ്രഹികൾ ഘോഷയാത്ര നടത്തി നിരോധനം ലംഘിച്ചു. ഇനി സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി. വൈക്കം സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ സ്ഥാനവും ക്യാമ്പിലേക്ക് ആഹാരം എത്തിക്കുന്ന ചുമതലയും വഹിച്ച വ്യക്തിയായിരുന്നു ചിറ്റയെടുത്ത് ശങ്കുപിള്ള. ടി.കെ. മാധവൻ്റെ ക്ഷണപ്രകാരമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ചിറ്റയെടുത്ത് വരുന്നത്. 1924 ഒക്ടോബറിൽ ഇദ്ദേഹം സവർണ ഗുണ്ടകളുടെയും ക്ഷേത്രാധികാരികളും സത്യാഗ്രഹികളെ മർദ്ദിക്കുകയും ഏതാനും പ്രവർത്തകരെ ജയിലിലടയ്ക്കുകയും ചെയ്തെങ്കിലും സത്യാഗ്രഹം വളരെ കാലം തുടർന്നു.
അപ്പോൾ സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി ആരാണ്? ഇത് PYQ ക്വസ്റ്റ്യനാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ സ്ഥാനവും ക്യാമ്പിലേക്ക് ആഹാരം എത്തിക്കുന്ന ചുമതലയും വഹിച്ചിരുന്ന ചിറ്റേടത്ത് ശങ്കുപിള്ളയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെയും ക്രൂരമായ മർദ്ദനത്തിനിടയായി മാരകമായ ക്ഷതമേറ്റ് സമരം രംഗത്ത് തുടർന്നു. ഒടുവിൽ ന്യൂമോണിയ കലശലായതോടെ 1924 ഡിസംബർ 13 തൻ്റെ 38ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഇവിടെ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്. അയിത്തം എന്ന അനീതി നമുക്കെല്ലാവർക്കും ഒരു മുറിവാണ്. അയിത്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാം ഹൃദയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മാർച്ച് ചെയ്യുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണ്. ഇനി ഗാന്ധിജിയുടെ വരവ് അത് നോക്കാം. 1925 മാർച്ച് 8 മുതൽ 17 വരെയായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം. 1925 മാർച്ച് 8 മുതൽ 17 വരെ. മാർച്ച് 9 കൊച്ചിയിൽ നിന്ന് ബോട്ടിലായിരുന്നു ഗാന്ധിജി വൈക്കത്തെത്തിയത്. TK മാധവൻ അദ്ദേഹത്തെ അരിക്കുട്ടിയിൽ സ്വീകരിച്ചു. മാർച്ച് 10 വൈക്കം ക്ഷേത്രത്തിലെ ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന ഇണ്ടൻ തുരുത്തി മനയിലെത്തി സനാതനികളുമായി ഗാന്ധിജി ചർച്ച നടത്തി. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികൾ തുറന്നുകൊടുക്കാൻ ഗാന്ധിജി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ സനാതനികൾ തയ്യാറായില്ല. എല്ലാവർക്കും നിരത്തുകൾ പ്രവേശനം ന്യായമായ അവകാശമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. മാർച്ച് 12 ശിവഗിരിയിലേക്ക് പോയ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മടങ്ങിപ്പോയത്. ഇനി TK മാധവൻ, അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ബൃഹത്തായൊരു പ്രസ്ഥാനമായിരുന്നു അയിത്തോച്ചാടന പ്രസ്ഥാനം. അയിത്തോച്ചാടനത്തിന് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കഴിവുറ്റ ഒരു നേതാവായിരുന്നു TK മാധവൻ. ക്ഷേത്രപ്രവേശനം എൻ്റെ ജന്മാവകാശം എന്ന നിയമനിർമ്മാണ സഭയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പ്രഖ്യാപിച്ച ആദ്യത്തെ അവർണനായിരുന്നു TK മാധവൻ. ശ്രീമൂലം പ്രജാസഭയിൽ സമർപ്പിക്കപ്പെട്ട നിവേദനത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് അവർണ ഹിന്ദുക്കൾക്കുള്ള അവകാശം അദ്ദേഹം ശക്തമായി പറഞ്ഞു. 1921 തിരുനെൽവേലിയിൽ വന്ന ഗാന്ധിജിയെ നേരിൽ കണ്ട് TK മാധവൻ ക്ഷേത്രപ്രവേശനത്തെപ്പറ്റി വിശദമായി സംസാരിച്ചു. ഈ കൂടിക്കാഴ്ച ക്ഷേത്രപ്രവേശനത്തിനുള്ള ഗാന്ധിജിയുടെ പിന്തുണ ഉറപ്പാക്കാൻ സഹായിക്കുകയും വൈക്കം സത്യാഗ്രഹ സമരത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാവുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1923 കാക്കിനട സമ്മേളനത്തിൽ TK മാധവൻ തൊട്ടുകൂടായ്മ പ്രമേയം അവതരിപ്പിച്ചു. 1923 കാക്കിനട സമ്മേളനത്തിനാണ് തൊട്ടുകൂടായ്മ പ്രമേയം അവതരിപ്പിച്ചത്. അയിത്തോച്ചാടനത്തിൽ കോൺഗ്രസ് ഗൗരവമായി ഇടപെടണമെന്ന് മാധവൻ ആവശ്യപ്പെടുകയും ദേശീയ നേതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തു. കേരള അയിത്തോച്ചാടന കമ്മിറ്റിയിൽ TK മാധവനെ കൂടാതെ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, TR കൃഷ്ണസ്വാമി അയ്യർ, K വേലായുധ മേനോൻ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി സവർണ ജാഥ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി 2 സവർണ ജാഥകൾ സംഘടിപ്പിച്ചു. 1924 1 വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനടയായി തിരിച്ച സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. നീതിക്ക് ജാതിയില്ല എന്ന സന്ദേശമാണ് സവർണ ജാഥ സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിൻ്റെ സഹായമായി. ശുചീന്ദ്രത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നടന്ന സവർണ ജാഥ ഡോക്ടർ M.E. നായിഡുവാണ് നേതൃത്വം നൽകിയത്. സവർണ ജാഥയുടെ തുടർച്ചയായി 1924 നവംബർ 13 2000 സവർണർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം റീജൻ്റായിരുന്ന റാണി സേതു ലക്ഷ്മിബായിക്ക് സമർപ്പിച്ചു. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് ഈ ഭീമൻ ഹർജി സമർപ്പിക്കപ്പെട്ടത്. ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യം. 1924 സെപ്റ്റംബർ 27 ഗുരു വൈക്കത്തെത്തുകയും സത്യാഗ്രഹത്തിന് സമ്പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്തു. ഗുരു സ്ഥാപിച്ച വേലൂർ മഠമാണ് സമരത്തിൻ്റെ ഓഫീസായി പ്രവർത്തിച്ചു പോകുന്നത്. സത്യാഗ്രഹത്തിന് ഗുരു 1000 രൂപ സംഭാവന നൽകുകയും ധനസമാഹരണത്തിനായി ശിവഗിരിയിൽ സംഭാവന പെട്ടി വയ്ക്കുകയും ചെയ്തു. അഖിലേന്ത്യാ പ്രാധാന്യം. ഗാന്ധിജിക്ക് പുറമെ E.V. രാമസ്വാമി നായർ, വിനോബ ഭാവെ, C. രാജഗോപാലാചാരി, സ്വാമി ശ്രദ്ധാനന്ദ കാമരാജ്, C.R. ദാസ്, ശ്രീനിവാസ അയ്യങ്കാർ തുടങ്ങിയ ദേശീയ നേതാക്കൾ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കുകൊള്ളാനെത്തി. ഗാന്ധിജിയുടെയും രാമസ്വാമി നായരുടെയും പങ്കാളിത്തം ഒരു പ്രാദേശിക സമരം എന്നതിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തെ ദേശീയ തലത്തിലാകെ ശ്രദ്ധപ്പെടുത്തുന്ന ഒന്നാക്കി. TK മാധവൻ ഉൾപ്പെടെയുള്ള സമര നേതാക്കളെ
തടവിലാക്കപ്പെട്ടപ്പോൾ സത്യാഗ്രഹത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ പെരിയൂർ EV രാമസ്വാമി നായ്ക്കർ എത്തി. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശോജ്വലമായ പിന്തുണ നൽകുകയും ചെയ്ത EV രാമസ്വാമി നായർ വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടു. തുടർന്ന് പഞ്ചാബിൽ നിന്ന് അകാലികൾ എന്ന സന്നദ്ധ സംഘം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി വന്നു. അവർ വൈക്കത്തെ സത്യാഗ്രഹാശ്രമത്തിൽ സൗജന്യമായി ഭക്ഷണശാല തുറന്നു. ലാൽ സിംഗ് ആയിരുന്നു അകാലികളുടെ നേതാവ്. ഇനി സമരത്തിൻ്റെ പര്യവസാനം. 1925 തിരുവിതാംകൂറിലെ പോലീസ് കമ്മീഷണറായിരുന്ന WH പീറ്റും ഗാന്ധിജിയും തമ്മിലുണ്ടായ ഒരു ഉടമ്പടിയുടെ ഫലമായി ഗവൺമെൻറ് നിരോധനാജ്ഞ പിൻവലിച്ചു. സത്യാഗ്രഹം അതിനുശേഷവും തുടർന്നു. ഒടുവിൽ ഗാന്ധിജിയും ഗവൺമെൻറ്റും തമ്മിൽ നിരന്തരമായി നടത്തിയ കത്തിടപാടുകൾ വഴി സമരം അന്തിമമായ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൊഴിച്ചുള്ള റോഡുകൾ അവർണർക്കായി തുറന്നുകൊടുത്തു. കിഴക്കേ നടയിലെ വഴി സവർണർക്ക് മാത്രമായി ഒഴിച്ചു നിർത്തി. പരിമിതമായ വിജയത്തോടെ 1925 ഒക്ടോബർ 8-നാണ് സമരത്തിന് ഒത്തുതീർപ്പായത്. എങ്കിലും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവന്നു. അവ പൂർത്തിയായതോടെ 603 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം 1925 നവംബർ 23-ന് അവസാനിപ്പിച്ചു. ഗാന്ധിജിയുടെ ഒരു കോട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാ ചങ്ങലകളും തകർക്കാനും എല്ലാ അധപ്പതനവും അവസാനിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ജനതയുടെ ആത്മാവ് ഈ പോരാട്ടത്തിലുണ്ട്. ഗാന്ധിജി. എല്ലാ ചങ്ങലകളും തകർക്കാനും എല്ലാ അധപ്പതനവും അവസാനിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ജനതയുടെ ആത്മാവ് ഈ പോരാട്ടത്തിലുണ്ട്. ഗാന്ധിജി. അപ്പം വൈക്കം സത്യാഗ്രഹം ഇത്രയാണ് ഈ പങ്ക്തിയിൽ കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് ക്ലോസർ വ്യൂ കാണിച്ചു തരാം.